പ്രിയമുള്ള PTA MT എക്സിക്യൂട്ടീവ് മെമ്പർമാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള വാരിസ് വാൻ പെരുമ്പലം, അതുപോലെ തന്നെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികൾ, നമ്മളൊരു ദിവസത്തെ സഹവാസ ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് 4 മണിക്ക് തുടങ്ങി നാളെ 11 മണിയോടുകൂടി അവസാനിക്കുന്ന വിവിധ ഇതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, വായന നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വാരിസ് പെരുമ്പലത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. അടുത്ത ഊഴം മനുഷ്യന്റേതായിരുന്നു. 1961 ഏപ്രിൽ 12-ന് സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1-ൽ
മാനേജർ, PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷനിലുള്ള ആദ്യത്തെ സെഷനിലെ മുഖ്യ അതിഥി റഷീദ് മുഹമ്മദ്, നമ്മുടെ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PK ശാന്തി, മറ്റ് PTA എക്സിക്യൂട്ടീവ് മെമ്പർമാരെ, എല്ലാവർക്കും എൻ്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ നമസ്കാരം. നമ്മുടെ ഇന്നലെ ഉച്ചക്ക് ആരംഭിച്ച് കണ്ടിന്യൂ ചെയ്തു പോരാണ് നമ്മുടെ ക്യാമ്പ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. യോഗ ക്ലാസ് ആയിരുന്നു. വളരെ ഉഷാറായി നന്നായി നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്തു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ ഇന്നൊരു ക്ലാസ് നിങ്ങൾക്ക് തന്നത് നമ്മൾ എന്നും ഒരു രാവിലെ ഒരു 10 മിനിറ്റ് അത് സ്വയം നിങ്ങൾ വീട്ടിൽ ചെയ്യും. അതൊരു ശീലമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ് നാൾ പോയതല്ല, അത് മറക്കരുത്. നമ്മൾ അതെന്ത് ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹാബിറ്റാക്കി മാറ്റണം. അല്ലേ? രാവിലെ നമ്മളെന്നും ചായ കുടിക്കല്ലേ? നമ്മളിപ്പോ രാവിലെ ചായ കുടിക്കും അല്ലേ? എല്ലാവരും കുടിക്കൂലേ? അതേപോലെ ഒരു 10 മിനിറ്റ് അതൊരു ഹാബിറ്റാക്കി മാറ്റി രാവിലെ എണീറ്റിട്ട് ആദ്യം അത് പരിപാടിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മറക്കാതെ എന്നും ചെയ്യണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് ഈ 2023-24 ബാച്ചിനാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത് നമ്മുടെ സ്കൂൾ. മനസ്സിലായില്ലേ? അതിൽ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഇതുവരെയുള്ള ഒരു ബാച്ചിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു രാത്രി ഇവിടെ നിന്നിട്ടുള്ള ഒരു സഹവാസ ക്യാമ്പ് നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഉറങ്ങാനും കിടക്കാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വരും വർഷങ്ങളിലൊക്കെ എല്ലാ 7ാം ക്ലാസ്സിന്റെ ബാച്ചിന് നമ്മൾ ഇത് തുടർന്ന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആഗ്രഹം സഫലമാകും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് ആരംഭിക്കാനുണ്ട്. ഞാൻ കൂടുതൽ പറയാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. കാരണം നമ്മുടെ മുഖ്യ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന സെഷനാണ് ഇപ്പൊ നടക്കുന്നത്. ഇന്നലെയാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് ഇപ്പോഴാണ്. ആ സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൽ എൻ്റെ കർത്തവ്യം, ഞാൻ എൻ്റെ കടമ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് എല്ലാ സപ്പോർട്ടും, ഏത് കാര്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചാലും അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മുടെ PTA പ്രസിഡന്റ് മൂസ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മെമ്പറാണ്. മെമ്പർ അതുപോലെ തന്നെ നമ്മളൊന്ന് ഫോൺ ചെയ്താൽ നമ്മൾ സ്കൂളിൽ ഇന്ന് പരിപാടി ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മറ്റുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ആ കറക്റ്റ് കൃത്യസമയത്ത് ഷാർപ്പ് ടൈമിൽ നമ്മുടെ മെമ്പറോട് എത്തിച്ചേരാറുണ്ട്. അദ്ദേഹം മെമ്പറെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊടുത്തിട്ടുള്ള നമ്മുടെ മാപ്പിളപ്പാട്ട് ശില്പശാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവിധ അതിന്റെ ക്ലാസ്സും അതിന്റെ കാര്യങ്ങളും മാപ്പിളപ്പാട്ടും ഒക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള റഷീദ് മോഹൻ, നമുക്കറിയാം അദ്ദേഹം ഈ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ആളാണ്, വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ PTA, നമ്മുടെ മാനേജർ, മറ്റ് സഹപ്രവർത്തകര്, നമ്മുടെ ഏറ്റവും എൻ്റെ പ്രിയം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥിനികള് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക്
ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമയം നമ്മൾ 8 മണിക്കാണ് പരിപാടി ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സമയം കുറച്ച് വൈകിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രധാന ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റഷീദ് മുഹമ്മദ് ഡോക്ടർ അംബേദ്കർ നാഷണൽ വിന്നറാണ്. ആ കാര്യം നമ്മൾ പരിചയപ്പെടുത്തി നിങ്ങൾ സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതിനു മുമ്പ് നമുക്ക് ഉദ്ഘാടന പരിപാടിയുണ്ട്. അതിൻ്റെ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ PK ശാന്തി മെമ്പറെ അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ ഒരു പരിപാടി അധ്യക്ഷത വഹിച്ച് സമർപ്പിക്കുക, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നമ്മുടെ അച്ഛൻ, അതിഥിയായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ഗായകനായിട്ടുള്ള റഷീദ്, അതുപോലെ അധ്യാപകര്, PTA ഭാരവാഹികൾ, നമ്മുടെ കുട്ടികൾ, രക്ഷിതാക്കൾ ഒരാളെ കണ്ടു. എന്താ പറയുക, ഭയങ്കര സന്തോഷം. നമ്മുടെ സ്കൂള് ഓരോ പടി ഓരോ വർഷം തോറും നമ്മൾ മെച്ചപ്പെട്ട് വരികയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, നിങ്ങളൊരു ദിവസം ഒരു വീട്ടിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ലെങ്കിൽ അത് ഒരു സങ്കടം ഉമ്മാക്കുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിലവിടെ? ഇല്ല. അതെന്തുകൊണ്ടാ? നിങ്ങളതാ വീടേ മറന്നു അല്ലേ, ഉമ്മയെ മറന്നു. നിങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ആഹ്ലാദിച്ച്, ഞാനും കേട്ടു ഒരുപാട് സമയം ഇവിടുന്ന് ഓരോ പരിപാടിയുടെ ശബ്ദമൊക്കെ. ഞാൻ മാഷ് വിളിച്ചു, എന്നോട് പറഞ്ഞ ടൈമും ഡേറ്റ് മാറിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനിവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയം കുറച്ച് വൈകിയതുകൊണ്ട് എത്താൻ പറ്റിയില്ല. എനിക്ക് സന്തോഷം തോന്നുന്നില്ലേ? 7ാം ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ഡേ നിങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചില്ലേ? ഇവിടെ പഠിച്ച ഒരു കുട്ടികൾക്കും കിട്ടാത്ത ഒരു സൗകര്യം, സന്തോഷമാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഇനി ഹൈസ്കൂളിലേക്ക്, ഏത് സ്കൂളിലേക്ക് എത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ഒരു സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ടൂറിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കലാമേള, കലോത്സവം ഉണ്ടാവും എന്നല്ലാതെ ഇതുപോലെ ഒരു സഹകരണ ക്യാമ്പ് ഉണ്ടാവണം എന്ന് ഞാൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നിങ്ങൾ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ജീവിതത്തിലൊരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അതുപോലെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ അധ്യക്ഷ പ്രസംഗം നടത്തിയ PTA പ്രസിഡന്റ്, അതുപോലെ ഉദ്ഘാടനകാരണം നിർവഹിച്ച PK ശാന്തി, നമ്മുടെ മുഖ്യ അതിഥി റഷീദ് മുഹമ്മദ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും നമസ്കാരം. പിന്നെ നമ്മളിവിടെ കൂടുതലായിട്ട് ഞാനൊക്കെ പറയുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അച്ഛൻ, അതുപോലെ PTA പ്രസിഡന്റ് എല്ലാം പറഞ്ഞു. പക്ഷേ എനിക്കും നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ ഭയങ്കര ആഹ്ലാദമായിട്ടുള്ള, മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ 4 മണി മുതൽ ഞാനും നിങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നു. രാത്രിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല, എൻ്റെ സാഹചര്യം അത് ആയതുകൊണ്ട് പോയതാണ്. പക്ഷേ ഞാൻ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളെ കൂടെയായിരുന്നു എൻ്റെയും മനസ്സ്. അത്രക്കും നല്ലൊരു അനുഭവമാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയത്. ഒരിക്കലും നമ്മുടെ ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു സഹവാസ ക്യാമ്പോ ഇതുപോലത്തെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പരിപാടികളോ ഇതുവരെ ഈ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ എന്നും നിലനിൽക്കാൻ പറ്റുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ടായിരിക്കും ഈ ഒരു സഹവാസ ക്യാമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലുള്ളതിനേക്കാളും സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടൂർ പോലെയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ സഹവാസ ക്യാമ്പ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ കുട്ടികൾ, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും, ഒരുപാട് കുട്ടികൾ ഉമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വിട്ട് നിൽക്കാത്ത കുട്ടികൾക്ക് ഇവിടെ നിന്നപ്പോൾ കൂടുതലായിട്ട് ടീച്ചേഴ്സായാലും മാഷന്മാരായാലും ഒരു അച്ഛനും അമ്മയുടെ സ്നേഹം അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ക്യാമ്പ് ആരാണോ ഈ സ്കൂളിൽ കൊണ്ടുവന്നത്, ആരാണോ ഇതിൻ്റെ മുന്നിൽ ഉള്ള പ്രതിനിധി, ഓക്കെ, ആദ്യമായിട്ട് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. ഇതിനേക്കാളും നല്ലൊരു സഹവാസ ക്യാമ്പ് ഇനിയും നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇതിനേക്കാളും ഉഷാറായിട്ട്, ഇപ്പം ഉഷാറല്ലാന്നല്ല, ഇത് ഫസ്റ്റ് ഒരു തുടക്കം മാത്രം. ഇതിനേക്കാളും വലിയ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ ഇനി തുടരാൻ നമ്മൾക്ക് അതിന് കഴിവുണ്ടാവട്ടെ, ഇതിന് സാധിക്കട്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ മഹത്തായ പ്രോഗ്രാമിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ച നമ്മുടെ PTA പ്രസിഡന്റിനും നമ്മുടെ മാനേജർക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന റഷീദ് മുഹമ്മദ് അവർക്കും നമ്മുടെ വാർഡ് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PK ശാന്തി അവർക്കും എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം നമ്മുടെ ഈ സ്കൂളിൽ നിന്നും 7ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഇവിടെ നിന്നുള്ള പഠനത്തിലും നല്ലവണ്ണം പഠിച്ച് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തി നമ്മുടെ സ്കൂളിനും നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളായി വളരണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഈ വൈകിയ വേളയിൽ കൂടുതലായൊന്നും ഇനി പറയുന്നില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റഷീദ് മുഹമ്മദിന്റെ അതിമനോഹരമായ ഗാനം കേൾക്കാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു ഞാൻ നിർത്തുന്നു. ജയിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വാർഡ് മെമ്പർ, മറ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള റഷീദ് മുഹമ്മദ്, മറ്റൊരു വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികൾ, നമ്മുടെ ഇന്നലെ സമാരംഭം കുറിച്ച ഹിറായത്ത് 2K24 ക്യാമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയ അതിഥിയെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്റെ കർത്തവ്യം. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള, നമ്മുടെ അടുത്ത പ്രദേശക്കാരായിട്ടുള്ള റഷീദ് മുഹമ്മദ്, നിങ്ങളൊക്കെ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും. താഷ്ക് എന്നൊരു മാപ്പിളപ്പാട്ടിന്റെ മാഷപ്പ് സോങ്ങുകളൊക്കെ ആലപിച്ച് ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ നേരത്തെ പരിചയമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് മോഹത്തായോട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കലാകാരന്മാർ വളർന്നു വരുന്നത് നമ്മളെ സംബന്ധിച്ചോളം വേറെ സന്തോഷം നൽകുന്ന കാര്യം. കഴിഞ്ഞ ദിവസം ഉറുദു ക്ലബിന്റെ ഉറുദു ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു. അക്കീം ഉൽപ്പറ്റ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രദേശക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഏറെ സന്തോഷം നൽകുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കലാകാരന്മാർ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകും. ചെറുപ്പം മുതൽ തന്നെ മാപ്പിള കലകൾ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന റഷീദ് മുഹമ്മദ് ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. ഇന്ന് പരമ്പരാഗത രീതിയിലുള്ള മാപ്പിള പാട്ടുകളൊക്കെ അതിന്റെ പ്രചരണത്തിന് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമങ്ങളും മാപ്പിളപ്പാട്ടിന്റെ ചരിത്രങ്ങളൊക്കെ ഒട്ടനവധി വേദികളിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട്, ഒപ്പന, വട്ടപ്പാട്ട്, അറബാനമുട്ട്, ദഫുമുട്ട്, കോൽക്കളി എന്നീ കലാവിഭാഗങ്ങളിൽ പഠനം നടത്തുകയും കലാപഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് റഷീദ് മുഹമ്മദ്. ഈ അടുത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ ഡോക്ടർ അംബേദ്കർ ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. ഏറെ ഭാഗ്യവാനാണ്. നല്ല കഴിവുള്ള വ്യക്തിയാണ്. ചെറുപ്പം മുതൽ തന്നെ ഈ മേഖലയിൽ വളരെ ചെറുപ്പം മുതൽ പ്രശസ്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏറെ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു ക്യാമ്പിൽ, ഒരു പ്രധാനപ്പെട്ട സെഷനിൽ നമ്മുടെ സംഘടിപ്പിക്കാൻ എത്തിയ ബഹുമാനപ്പെട്ട റഷീദ് മുഹമ്മദ് നേരത്തെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മുഹമ്മദ് സ്വദേശിയായ റഷീദ് ബഷീർ കോഴിത്തൊടിക റസിയ ദമ്പതികളുടെ മകനാണ്. അപ്പൊ നമ്മുടെ അടുത്ത പ്രദേശക്കാരാണ്. ഇത്തരമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ച് റഷീദ് മുഹമ്മദ് അടിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സോങ്ങുകൾ കേൾക്കാൻ സാധിക്കും. ഇത്തരം കലാകാരന്മാരാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് പഠിച്ച്, ഫറൂഖ് കോളേജിലൊക്കെ പഠിച്ച് ഗവേഷണം നടത്തി മാപ്പിളപ്പാട്ടിന്റെ ആധികാരികമായ അറിവുള്ള ഒരാളാണ്
രീതികളൊക്കെ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായിട്ടുള്ള റഷീദ് ഭാഗത്തെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊണ്ട് നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട നിങ്ങളുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ PTA പ്രസിഡന്റ്, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നിങ്ങളുടെ വികസന കാര്യ സൈനിക കമ്മിറ്റി ചെയർമാൻ നമ്പർ കൂടിയായ PK ശാന്തി അവരുടെ, മറ്റ് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കൾ, മറ്റ് പ്രിയപ്പെട്ട സവാദ മാസ്റ്റർ മിനിയാന്ന് വിളിച്ചപ്പോഴാണ് ഞാനൊരു ക്യാമ്പ് എന്നോട് ഞാൻ ചോദിച്ചു പങ്കെടുക്കാൻ കഴിയുമോ എന്ന്. ഞാൻ ആയിക്കോട്ടെ, ഞാൻ വരാമെന്ന്. പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ MG യൂണിവേഴ്സിറ്റിയുടെ വിധികർത്താവായി ഞാൻ രാത്രി വിടുന്നു കയറുക. അപ്പൊ ഇന്ന് നേരം വെക്കുമ്പോഴെങ്കിലും ഇവിടെ എത്തുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, എന്തോ ഒരു കുതിർത്തോളം ഇവിടെ എത്തി. ഇന്ന് 6:30 തന്നെ ട്രെയിൻ ഇറങ്ങിയത് കൊണ്ട് നേരത്തെ ഇവിടെ എത്തിപ്പെടാൻ. പക്ഷെ ഉറപ്പൊന്നും വേണ്ട രീതിയിൽ നമുക്ക് ശരിയാവാത്തതിലൊരു പ്രയാസം എനിക്ക് നിന്നിട്ടുണ്ടോ? നിങ്ങളിവിടെ സഹവാസിക്കാൻ കൂടിയാണ്. നിങ്ങൾക്ക് നന്നായി ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലേ? അത് തോന്നി. അപ്പൊ ഏതായാലും നിങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ സംവദിക്കാൻ സാധിച്ചതിലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും എന്നെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചതിലുമുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സെഷൻ മാപ്പിളപ്പാട്ടുകളും അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ലേശം ആശങ്കയുണ്ട്. എന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന ഈ ഒരു സെഷൻ, ഇവിടെ എടുക്കാൻ പോകുന്ന സെഷൻ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിപ്പോ 7ാം ക്ലാസ് പഠിക്കുന്ന ആളുകളാണ് അല്ലെ? എല്ലാവരും 7ാം ക്ലാസ്സിലാണ്. 8 കഴിഞ്ഞ് അല്ല, അല്ലാത്ത ആളുകളുണ്ട്. 7, 8, 9, 10 കഴിഞ്ഞ് +1, +2 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പാഠഭാഗമായിട്ട് വരുമ്പോഴാണ് അള്ളാഹ് എന്ന് റഷീദ് സർ പറഞ്ഞത് ശരിയാണ്. ഡിഗ്രിയിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുക. PGയിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്താണ് ഇതിന്റെ ഈ ഒരു സെഷന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഇവിടെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കാൻ ചില ആളുകൾ അങ്ങനെ വല്ലാതെ ഉറക്ക മൈൻഡിലാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് ഒന്ന് ഭയപ്പെടും. ക്യാമ്പിന് ക്ലാപ്പ് ഉണ്ടോ? സാധാരണ NSS ക്യാമ്പിനൊക്കെ ഒരു ക്ലാപ്പ് ഉണ്ടാവാറുണ്ട്. അതുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? 1, 2, 1, 2, 3 അല്ലെ? ഉണ്ടോ? ഒന്ന് അടിച്ച് നോക്കട്ടെ. HSS ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ആയിരുന്നു പഠിച്ചത്. 10ല് തോറ്റെന്ന് പറയാൻ എന്താ ഉത്സാഹം. അപ്പൊ 10 തോറ്റൊരാളെന്ന സമയം. അപ്പോ 10 തോറ്റ് കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ 3 പേരാണ് അന്ന് തോറ്റത്. 10ാം ക്ലാസ്സിൽ 3 പേരാണ് തോറ്റത്. അപ്പൊ തോറ്റ ആളുകളെ അധ്യാപകർക്ക് പ്രത്യേകമായ ഒരു നോട്ടം ഉണ്ടാവില്ലേ? അല്ലേ? സ്വാഭാവികല്ലേ? അല്ലേ? മുക്കിനോട് ഞാൻ അങ്ങനെ പറഞ്ഞതാ, പഠിക്കാതെ കൂത്തർക്കും അല്ലേ? ഇതൊക്കെ ചിലപ്പോ അധ്യാപകരും പറയും, ആരും പറയും, രക്ഷിതാക്കളും പറയും. സ്വാഭാവികം. എന്റെ വാപ്പ വരെ എന്നോട് പറയും, ഇനി മതി നിർത്തിയേക്ക്, 10 തോറ്റപ്പോ എല്ലാവരും ജയിച്ചു. എന്റെ റിസൾട്ടിന്റെ പേപ്പർ നോക്കുമ്പോ 4 D%, ഒരു D ആണ് പണി കെട്ടിച്ചത്. അത് ഏതായിരിക്കും തോറ്റ വിഷയം? എല്ലാവരും ഭയങ്കരമായിട്ട് ഉത്തരം പറയും മാത്സ് ആണ് തോറ്റ വിഷയം അല്ലേ? സ്വാഭാവികമാണ്, മാത്സ് ആണ് തോറ്റത്. പക്ഷെ അന്ന് ഞാൻ മാത്സിൽ പൊട്ടി, അതൊരു യാഥാർത്ഥ്യം. പക്ഷെ അന്ന് എല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോഴും ഒരു അധ്യാപകൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ നമ്മുടെ ജീവിച്ചിരിക്കും. സവാമാഷക്കാരും മൊറയൂർ സ്കൂൾ ഈ കൊറോണ സമയത്ത് മരണപ്പെട്ട അനൂപ് മാസ്റ്റർ ഞങ്ങൾ 3 പേര്. അപ്പൊ ഞാനിത് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അനൂപ് സാറിന്റെ
എന്നിട്ട് എന്നോട് പറഞ്ഞു, അവൻ സാരല്ല പക്ഷേ തോൽക്കൊക്കെ സാധാരണ തോറ്റ ആളുകളെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. ഞാൻ സാർ നിങ്ങൾ എൻ്റെ അമ്മനോട് പാപ്പാണ്ടോന്ന് പറയും, തോറ്റ ആൾക്കാരല്ലേ ചരിത്രം സൃഷ്ടിച്ചത്. അപ്പൊ ഒന്നും പറഞ്ഞു കൊടുക്കാം, പെരയിലൊന്നും ഒരു സൗകര്യം കിട്ടുന്നില്ല. അന്നേ കുറച്ച് പൊട്ടിത്തെറിപ്പുള്ളതുകൊണ്ട് ആ ഒരു വഴിയാണല്ലോ നമ്മൾ പറയാം. സാറിനെ കൂട്ടി പാടാൻ കഴിവില്ലേ, ആ മേഖലയുമായിട്ട് മുന്നോട്ട് പോകും. പാടാൻ കഴിവില്ലേ, ആ മേഖലയുമായി മുന്നോട്ട് പോകും. അപ്പോഴും ഞാൻ എന്തുണ്ട്, പാടാനൊരു കഴിവുള്ളത് കൊണ്ട് അതുമായിട്ട് മാത്രം മുന്നോട്ട് പോയി. അപ്പോഴും പഠനത്തിൽ 0 ആണ്. അങ്ങനെ ഈ തോറ്റ വിഷയം ഞാൻ എഴുതിയെടുത്തു, എഴുതിയെടുത്തു. +1 +2 MAC അത്താണിക്കല പഠിക്കുന്നത്. എവിടെ? MAC അത്താണി. അങ്ങനെ MAC പോയപ്പോൾ ഇതേ അവസ്ഥയാണ്, +1 +2. പക്ഷെ അവിടെ കഴിച്ചിലായത് +1 പഠിക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ടിന് സ്റ്റേജിൽ പോയി, മാപ്പിളപ്പാട്ടിന് സ്റ്റേജിൽ പങ്കെടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഗ്രേസ് മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ എന്തായി? പാസ്സായി. 2 പേപ്പറാണ് പോക്കിയത്. ഈ 2 എണ്ണത്തിനും 30 മാർക്കിൽ ഒരു പകുതി വെച്ച് ആഡ് ചെയ്തപ്പോ എന്തായി? ഞാൻ പാസ്സായി. അവിടെ ഞാൻ രക്ഷപ്പെട്ടില്ലേ അല്ലേ? +2 എത്തിയപ്പോ ഗൾഫ് മുട്ടിൽ പങ്കെടുത്തു. അവിടെ എന്തായി? സ്റ്റേറ്റിൽ പോയി, സർട്ടിഫിക്കറ്റ് കിട്ടി. ഗ്രേസ് മാർക്ക് കിട്ടിയോ? അവിടെയും തോറ്റ വിഷയം എക്കണോമിക്സ് ഒക്കെ നമ്മൾ കഷ്ടിച്ച് പാസ്സായി. അങ്ങനെ അവസാനം എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പോയാലോ. എന്തിന്? ഡിഗ്രിക്ക്. ആകെ 55-60% മാർക്കോളൂ. ഇതുകൊണ്ട് ഡിഗ്രി കൂടെ കിട്ടുമോ? എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കിട്ടൂല. പക്ഷെ എൻ്റെ കയ്യിൽ എന്തുണ്ട്? പാട്ടിന്റെ മാപ്പിളപ്പാട്ടുണ്ടാകുന്നത് കാര്യമില്ല, പാട്ടിന്റെ 2 സർട്ടിഫിക്കറ്റുകളുണ്ട്. എന്ത്? +1 പഠിച്ചപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, +2 പഠിച്ച സമയത്തുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇത് ഈ ആഘോഷം എന്തായാലും നല്ല കോളേജിൽ കിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പായി. ഇവിടെ നല്ല കോളേജിൽ എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പായി. അങ്ങനെ പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, നേരൂരെയുള്ള പ്രിയദർശിനി കോളേജിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ പോയി ചെറുപ്പം മുതലേ എന്തുണ്ട്, പാരമ്പര്യമായിട്ട് ഈ ഗഫ് മുട്ടും അറബന മുട്ടും കോൽക്കളിയും വട്ടപ്പാട്ടും പഠിച്ചു വന്നതുകൊണ്ട് എന്ത് ചെയ്ത് അവിടെ പോയിട്ട് ഈ കലകളൊക്കെ ഞാൻ എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ പോയപ്പോ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ ആവശ്യം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും എന്തായാലും ഡിഗ്രിക്ക് പോകുമ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കണം അല്ലേ? ആ ഫീസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയായിരുന്നു എന്റെ ആവശ്യം. കാരണം ഫീസ് ഉണ്ടാക്കണ്ടേ? ഫീസ് ഉണ്ടാക്കലൊരു ടാസ്ക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് അത്ര വലിയ പ്രാപ്തിയൊന്നുമില്ല. അപ്പൊ ഈ ഫീസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡയറക്ടറെ കണ്ട്, സാറേ അത് ഞാൻ പഠിപ്പിച്ചോളാം. അപ്പൊ ഞാനൊരു ഡിമാൻഡ് വെച്ചു, സാറേ എനിക്ക് ഇതിന്റെ ഫീ ഒന്ന് ഒഴിവാക്കി. അങ്ങനെ അവിടെ പോയി കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, അറബനമുട്ട്, ദഫ്മുട്ട്, ഈ 4 ഐറ്റം എന്ത് ചെയ്യാണ്? സീസോണിന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. എവിടെ മത്സരിക്കാൻ വേണ്ടി? കോളേജ് തല പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി, സീസോൺ ഫെസ്റ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അവിടെ പഠിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? സീസോണിൽ പങ്കെടുത്ത സമയത്ത് ദഫ്മുട്ടിനും അറബനമുട്ടിനും മാപ്പിളപ്പാട്ടിനും എന്ത് കിട്ടി? 1ാം സ്ഥാനം കിട്ടി. ഒരു ഐറ്റം പോയി, ഒരു ഐറ്റം 3rd ഇറങ്ങിപ്പോയി. പക്ഷെ ഈ 3 ഐറ്റം നമുക്ക് പ്രൈസ് കിട്ടിയില്ല. പിന്നുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് എന്താണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് ഇന്റർ സോണിൽ മത്സരിക്കാനുള്ള ഈ 3 പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോവാം? ഇന്റർ സോണിലേക്ക് പോവാം. അങ്ങനെ ഇന്റർ സോണിലേക്ക് എത്തിപ്പോയി. ഇന്റർ സോണിൽ ഭാഗ്യം കൊണ്ട് ദഫ്മുട്ടിനും അറബനമുട്ടിനും എന്ത് കിട്ടി? ഫസ്റ്റ് കിട്ടി. മാപ്പിളപ്പാട്ട് 1 വൈകോട്ട് പോയി. പക്ഷെ എന്ത് കിട്ടി? ഗ്രേസ് മാർക്ക്. ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതിയെടുക്കലല്ലേ? പിന്നെ ഓരോ സെമസ്റ്ററാണ്. ഈ സെമസ്റ്ററിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിൽ ഒരുപാട് വിഷയങ്ങൾ എന്താണ്? ഫെയിലാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലായി പോകാന്നുള്ളതാണ്. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളോട് ഞാൻ ലാസ്റ്റ് പറയാം. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് കഴിച്ചിലായി പോകാന്നുള്ളതാണ്. അങ്ങനെ ഡിഗ്രി ഇന്റർ സോൺ പ്രൈസ് അടിച്ചതോടുകൂടി ഡിഗ്രി എല്ലാ ശ്രമവും എന്തായി? പാസ്സായി. പക്ഷേ അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്റർ സോൺ ഫൈറ്റ് നടക്കുന്നത്. അപ്പൊ ഈ ഫറൂഖ് കോളേജിൽ ഒന്ന് PG ചെയ്യാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ ഞാൻ ആലോചിച്ചത്. ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റ് കിട്ടണമെങ്കിൽ എന്തായാലും 90% മേലെ എന്ത് വേണം? മാർക്ക് മസ്റ്റാണ്. പക്ഷെ അവിടെ നമുക്ക്
ഒരു അവസരം തേടിയെത്തി. എന്താണ് അവസരം? ഗ്രേസ് മാർക്കിന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പം വെച്ചു. അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു, വിജി ഇവിടെ ഈ കലകളൊക്കെ പഠിപ്പിക്കും. ഓക്കെ, ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ് സാർ പറഞ്ഞു. കാരണം നമുക്ക് അവിടെ സീറ്റ് കിട്ടലാണ് പക്ഷെ അവിടെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു കലാപരമായ കഴിവുള്ളത്, ഒരു പാഷൻ ഉള്ളത്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് തിരിഞ്ഞോ? നിങ്ങളുടെ കൂട്ടത്തിൽ പാടാൻ കഴിവുള്ള ആളുകളുണ്ടോ? ഒന്ന് കൈവിടിച്ച് ധൈര്യമായിട്ട് കൈവിടിക്കുക. ഒരു മടി വിചാരിക്കില്ല, ധൈര്യമായി കൈവിടിക്കുക. ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പാടാൻ കഴിവുള്ള, സർ ഞാൻ പാടുന്നത് ധൈര്യമായി കൈ ഉയർത്താൻ ആരുടെ കഴിയും? ടീച്ചർമാരിങ്ങനെ ബാക്കിൽ നിന്ന് തള്ളി വിടണം, ഒന്ന് കൈ പൊങ്ങി കിട്ടണമെങ്കിൽ. കൈ കൊണ്ടുവന്നാണ് ഞാൻ വിചാരിച്ചു. പോട്ടെ, സമയം കളയണ്ട. പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, ഫുട്ബോൾ കളിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ. ഈ പെണ്ണുങ്ങളെ വിഭാഗത്തിൽ എന്ത് കഴിവുള്ള ആളുകളാണുള്ളത്? അതൊന്ന് പറഞ്ഞു. ചോറുണ്ടാക്കാൻ അതൊരു കഴിവാണ്. അതൊരു കഴിവല്ലേ? അല്ലേ? ചോറുണ്ടാക്കാൻ കഴിവല്ലേ? അപ്പൊ വ്യത്യസ്ത മേഖലകളിൽ കഴിവും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? നിങ്ങൾ ആടാനോ പാടാനോ കളിക്കാനോ എന്തിനും പോയിക്കോളി, എന്തിനും നിങ്ങൾ പോയിക്കോളി. അത് നിങ്ങളുടെ പാഷനാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്തായെന്ന് കണ്ടെത്തന്നെ വേണം. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ തിരികെയറിയുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാട്ട് നന്നായി പാടാൻ കഴിയുന്ന ആളുകൾ എന്താണ് പഠിക്കുകയാണ് അല്ലേ? ഇനി നന്നായി പ്രസംഗിക്കുന്ന, നന്നായി ചിത്രം വരയ്ക്കുന്ന, നന്നായി എഴുതുന്ന ആളുകളൊക്കെ എന്താണ് പഠനത്തോടൊപ്പമാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ വന്ന വഴിയിൽ ദയവ് ഇപ്പൊ അവലംബിക്കാൻ നിൽക്കാൻ വലിയ പ്രസക്തി ഒന്നുമില്ല. അതുകൊണ്ട് നന്നായി പഠനത്തോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പാഷൻ, കലാപരമായിട്ടുള്ള എന്ത് കഴിവുകളാണോ നിങ്ങൾക്കുള്ളത് അതൊക്കെ വളർത്തിയെടുക്കൂലേ? ഇതൊക്കെ ഉറച്ചു വരുന്നോ ഇല്ലേ? എന്നാ ഞാനൊരു പാട്ട് പാടാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്. കൂടെവിടെ കൂട്ടിനകത്തൊരു കഴിഞ്ഞോ? ഈ പാട്ടുകൾ കേട്ടില്ലേ? ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിലായത്? ആ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞി വിശന്ന് അല്ലേ? അതേപോലെ മറ്റൊരു പാട്ട് കൂടിയുണ്ട്. കാക്ക പാറി വന്നു, കാക്ക പാറി പോയി, പാറ ബാക്കിയായി. ഇതിൽ നിങ്ങൾക്ക് എന്താ തിരിഞ്ഞേ? ഒരു കാക്ക പാറി വന്നു, ഒരു പാറപ്പോട്ട് അല്ലേ? കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. എന്തെങ്കിലും വല്ല കാര്യമുണ്ട്? എന്താ ആശയമുണ്ട്? പക്ഷെ അതിലൊരു ആശയമില്ലേ അല്ലേ? അപ്പൊ പാറി വന്ന് ആ പാറപ്പോട്ട് ഇരുന്ന് ഇരിക്കേണ്ട സ്ഥലമാണെന്നുള്ള കാക്കക്ക് തോന്നി. പിന്നെ കാക്ക എന്തായി? പാറിപ്പോയി, പാറ ബാക്കിയായി. ഇവിടെ ഒരു ആശയം കിട്ടിയോ അല്ലേ? കാക്കേ കാക്കേ കൂടെ വിടെ എന്ന് പറഞ്ഞ സമയത്ത് അപ്പൊ ഒരു ആശയം വരികയായി ഇല്ലടോ. എന്റെ അമ്മയുടെ ജീവിക്ക് കമ്മൽ, എന്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു. പാലാപ്പള്ളി, തിരുപ്പള്ളി, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പാടിയത് അല്ലേ? ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പാട്ടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് തുള്ളാൻ പറ്റും അല്ലേ? ഒന്നുകിൽ നിങ്ങൾക്ക് ചാടി കളിക്കാൻ പറ്റും അല്ലെ? കാക്ക പാറി വന്നു, പാറമേൽ ഒരു കവിത വായിക്കുന്ന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്താ ചെങ്ങായി
അത് നിങ്ങൾക്ക് ഒരു രസകരമായിട്ട് തോന്നും അല്ലെ? ഒരു തമാശപ്പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു തമാശ ആയിട്ട് തോന്നും ഇല്ലേ? തമാശപ്പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായി തോന്നില്ലേ? ഞാൻ ഏത് പാട്ട്, പക്ഷെ ഇതിലൊക്കെ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ആശയം. ഇപ്പൊ നോക്കിയാണെങ്കിൽ നിങ്ങളെ സഹവാസ ക്യാമ്പ് ഇത് അവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? നേരെ അപ്പുറത്ത് ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രം എന്താ സൂചിപ്പിക്കുന്നത്? അതിനുള്ളിൽ കിടക്കാൻ പറ്റും അല്ലെ? ഒരു ടെന്റ് കെട്ടിയതാണ് അല്ലെ? നിങ്ങൾക്ക് എന്താ ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് എന്താ തിരിഞ്ഞത്? അവിടെ കിടക്കാൻ പറ്റും, ഇതൊരു ക്യാമ്പാണ്, ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് കയറില്ലേ? കേറിയോ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു ആശയമാണ് അവിടെ കിട്ടിയത് അല്ലേ? അല്ലേ? അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൈക്കേ കൂടെ പറയുന്നത് അല്ലേ? ഞാൻ ഓരോ വിഷയങ്ങളെ കുറിച്ച് ഒരാളെ പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്വാഗതം പറഞ്ഞ്, അധ്യക്ഷ ഭാഷണം നിർവഹിച്ച്, ഉദ്ഘാടനം പറഞ്ഞ്, അതൊക്കെ ഒരു ഔപചാരികതയുടെ പേരിലാണ് അല്ലെ? അത് ഇന്ന ആളുകൾക്ക് ഈ സ്ഥാപനത്തിന്റെ പിന്നെ ഇന്ന കാര്യങ്ങൾക്ക് നടത്താൻ വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച മാനേജർ സാറിന് ഇതൊക്കെ ഒരു ആശയമല്ലേ? കാരണം മാനേജർ എന്ത് ചെയ്യാണ്? ഈ ഒരു സ്ഥാപനത്തിനെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യാണ്? എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആശയാണ്. ടീച്ചർ നിങ്ങളോട് ഒരു ആശയാണ് പറയുന്നത് അല്ലേ? മാനേജറാണ് ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത്, ഹെഡ്മാസ്റ്ററാണ് ഇതിനു വേണ്ട ബാക്കി മറ്റു പല പരിപാടികളും ആസൂത്രണം ചെയ്തതൊക്കെ ഹെഡ്മാസ്റ്ററാണ്, മറ്റ് അധ്യാപകരാണ് ഇങ്ങനെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇത് ആദ്യമായിട്ട് നടത്തുന്ന ക്യാമ്പാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിനൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നടത്തുന്നത് ഈ ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഒരു ആശയമാണ് നിങ്ങൾക്ക്. പാട്ടുകൾ നേരെ നിങ്ങൾക്ക് തരുന്നതാണ് ആശയങ്ങൾ അല്ലേ? ഏതൊരു പാട്ട് നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ആശയങ്ങളാണ്. അപ്പം ചൂട് ചൂട് പാത്തുമ്മ അല്ലേ? ഇപ്പം വരും ഒരു മാപ്പിള, ആദ്യം ചുട്ടത് തിന്നും പോയി, പിന്നെ ചുട്ടത് കരിഞ്ഞും പോയി, മാപ്പിള വന്ന് മടങ്ങിപ്പോയി. ആണോ? മാപ്പിള തെറ്റിപ്പോയതിനെ കുറിച്ചൊരു പാട്ട്. തെക്കേലെ പോയാനെ കേട്ടിട്ടില്ലേ അല്ലേ? അതെന്താ തെക്കേലെ പോയാനെ കാണാതായി, പെണ്ണുങ്ങളായിട്ട് തെറ്റിപ്പോയി എന്നാണ് പാട്ടുകൂടെ പറയുന്നത്. പിന്നെ കണ്ടു കിട്ടിയോന്നാണ് എന്റെ കാണുന്നോടത്ത് മുഴുവൻ ചോദിക്കുന്നത്. തെക്കേലെ പോയ തെക്കേലെ പോയ. അപ്പൊ ഇത് പാട്ടുകളിലൂടെ എന്ത് ചെയ്യാൻ? ആശയം. മനസ്സിലായി? ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഞാൻ നിങ്ങൾക്ക് 6 കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകും. എത്ര കാര്യങ്ങൾ? 6 കാര്യങ്ങൾ. ഒന്ന് പേരിമ്പം. എന്താണ്? എന്താണ്? മറക്കാൻ പാടില്ല. 2 ചിറ്റിമ്പം. ഏതാ? ഉറക്കം പാടില്ല. 3 ആഷ്. എന്താണ്? ആഷ്. 4 ഒയ്യാരം. ഏതാ? 5 മധുരക്കറി. എന്താണ് മധുരക്കറി? അല്ല, മധുരക്കറി. മധുരക്കറി. 6 വിസ്താരം. ഏതാണ്? ഈ 6 മനസ്സിലായോ? ചിറ്റിമ്പം. 3 ആഷ്. 4 ഒയ്യാരം പറഞ്ഞേ. ഒയ്യാരം. നമ്മളിപ്പോ മാപ്പിളപ്പാട്ടുകളെ കുറച്ച് വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അതിന്റെ എല്ലാ പാട്ടുകളും പറയും, എല്ലാ പാട്ടുകളും പറയും. ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാ കേട്ടണോ? പാട്ടറിയോ? അല്ലാ അഹദേയ ആരാധ്യനീ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. കേട്ടില്ലേ? കേട്ടില്ലേ? കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കുറെ ആളുകൾ കേട്ടില്ല അല്ലേ? ഈ പാട്ട് എന്താണ്? പാട്ടാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അല്ലാ ഇതെന്താ തിരിഞ്ഞത്? പടച്ചോനെ തിരിഞ്ഞില്ലേ? ഈ പാട്ട് കേട്ടപ്പോൾ പടച്ചോനെ ഒന്നില്ലേ? അല്ലാ അഹദേയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. റാഹിമും നീയേ റാസിഖും നീയേ പാടുന്നിതാ ഞാൻ നവദാനങ്ങൾ. പാട്ട് കേട്ടില്ലേ? എപ്പോ തിരിഞ്ഞില്ലേ? പടച്ചോനെ പടച്ചോനോട് പടച്ചോനെ അവദാനങ്ങളൊക്കെ കേട്ട് അല്ലേ?
നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും. ഈ പാട്ടിനെയാണ് എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? പേരിമ്പം. എന്താണ്? ഇനിയിപ്പോ നമ്മളെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയാ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഇസ്ലാം മതാനുഷ്ഠാനപരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ സമുദായത്തിൽപ്പെടുന്ന എല്ലാ പാട്ടുകളും എല്ലാ ഭക്തിഗാനങ്ങളും ഈ കണ്ണു നനഞ്ഞു പുതിർന്നു ഞാൻ പാടവേ, ഈ നൽകു പിടഞ്ഞു ഞാൻ തേടവേ, ജന്മം തന്ന നാഥാ, ജീവൻ തന്ന. നിങ്ങൾ കേട്ട പാട്ടുകളാണ്. ഈ പാട്ട് ഏത് വിഭാഗത്തിലാ? ഭക്തിഗാനങ്ങളെ. എല്ലാ ഭക്തിഗാനങ്ങളും പെടുന്ന വിഭാഗമാണ് ഏത്? പേരിമ്പം. തിരിഞ്ഞോ? അപ്പൊ പേരിമ്പത്തിൽ പെടുന്നതാണ് എന്ത്? ഭക്തിഗാനം. ഏതെങ്കിലും ഭക്തിഗാനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞോളി, ടീച്ചേഴ്സിനും പറയാം. ഏതാ ഭക്തിഗാനം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ മദ്രസിൽ പാടുമ്പോ നിങ്ങൾ പാടില്ലേ? നബിദിനം വന്നാൽ എല്ലാവരും അതന്നെ ഭക്തിഗാനം ഉണ്ടാവും, എല്ലാ പാട്ടുകളും ഉണ്ടാവും. ഏതാ ഞാൻ പാടിയത്? സുമവിൻ മധുവിൻ ഉറവ്. കേട്ടില്ലേ? അല്ലേ? നിങ്ങൾ കേട്ട പാട്ടുകളാണ് ഇതൊക്കെ. കരുണക്കടലായ കയ്യും കയ്യുമേനി. അല്ലേ? ഇനി നിങ്ങൾക്ക് വേറൊരു സംഗതി പറഞ്ഞു. ഇപ്പൊ നമ്മളെന്താ പറഞ്ഞത്? പേരിമ്പത്തില് ഭക്തിഗാനം പറഞ്ഞു. ആ പേരിമ്പത്തിൽ തന്നെ പെട്ടതാണ് ഏത്? നമ്മുടെ ഉമ്മമാര് കുട്ടികളെ കുട്ടികൾ തുറക്കുന്ന പാട്ട് കേട്ടില്ലേ? താരാട്ട് പാട്ടുകള്. അന്ന് താരാട്ട് പാട്ടല്ലാതെ മാലപ്പാട്ട് പാട്ടുകൾ കേൾക്കണം. നീതിമാല പാടില്ലേ? അല്ലാ തിരുപേരും തുതിയും സോന ഈ നീതിമാല ഏത് വിഭാഗത്തിലാ പെടുക? പേരിമ്പം അല്ലെ? മാലപ്പാട്ടുകളും ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? നീതിമാല, മഞ്ഞക്കുളമാല, നഫീസത്തുമാല, ഇതൊക്കെ പെടുന്ന വിഭാഗമാണ് ഇത് പേരിമ്പം. വിസ്മിയും ഹംദും സ്വലാത്തും സലാമും മുന്നേ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. ഏത് വിഭാഗം? മാലപ്പാട്ടല്ലേ? അല്ലേ? ഇനി മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഏതാണ്? പേരിമ്പത്തിൽ എന്തൊക്കെ പറഞ്ഞു? ഭക്തിഗാനം പറഞ്ഞു, പിന്നെ പറഞ്ഞു മാലപ്പാട്ടുകളും പറഞ്ഞു. അല്ലേ? ഇനി മറ്റൊന്നാണ് ഉറുദി ഗാനങ്ങൾ. എന്താണ് ഉറുദി ഗാനങ്ങൾ? ഇനി എന്താ ഉറുദി ഗാനം? ഇങ്ങനെ സംശയം ഉണ്ടാവും അല്ലേ? ഇസ്ലാം കാര്യം അഞ്ചാണേ തിരിയൂലേ? ഏത് ഭക്തിഗാനം കേട്ടാലും തിരിയൂലേ? ഏത് മാലപ്പാട്ട് കേട്ടാലും തിരിയൂലേ? ഏത് ഉറുദിഗാനം കേട്ടാലും തിരിയൂലേ? അപ്പൊ ഏതാണ്? പേരിമ്പം. ഇനി നമ്മൾ ക്രിസ്തീയ സമുദായത്തിലേക്ക് പോവാ. ഉൾക്കുക എല്ലാരും ആണല്ലോ, നമുക്ക് എല്ലാ മതക്കാരും വേണ്ടേ? ക്രിസ്തീയ സമുദായത്തില് ഇസ്രായേൽ നാമമായി വാഴുമേക ദൈവം. ആ ഒരു കേട്ടു അല്ലേ? കേട്ടില്ലേ? വാ യേശുവേ വാ എൻ അരികിൽ വാ, ഇസ്രായേലിൻ ദൈവമല്ലോ. ഏതാ? ക്രിസ്തീയ ഭക്തിഗാനല്ലേ? അല്ലേ? ഏത് വിഭാഗമാണ്? പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും താലിക്കുമറ്റ് സ്വാമിയേ. അല്ലേ? ആരാണത്? അതായത് ഏതാണ്? ഹൈന്ദവ സമുദായക്കാര്. ഇപ്പൊ ഈ പേരിമ്പത്തിൽ നമ്മളെല്ലാരും കൂട്ടിക്കെട്ടിയില്ലേ? ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടി, ക്രിസ്ത്യാനികളെ കൂട്ടിക്കെട്ടി, മുസ്ലിങ്ങളും അതിലുണ്ട് അല്ലേ? അപ്പൊ ഈ മൂന്ന് അതേപോലെ തന്നെ ഏതാണ്? മാലപ്പാട്ടുകളും ഉറുദി ഗാനങ്ങളും. ഈ
ഇതൊക്കെ പെട്ട് കിടക്കുന്ന വിഭാഗമാണ് ഏത്? പേരിമ്പം. റെഡിയായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പാട്ടുകളൊക്കെ ഭക്തിഗാനങ്ങൾ എന്ന് പറയും. ഉദാഹരണം പറ. ഭക്തിഗാനങ്ങൾക്ക് ഉദാഹരണോ? ഭക്തിഗാനം ഒന്ന് പാടി, ഞാൻ കേൾക്കട്ടെ. എന്നാ പാടി, എല്ലാവർക്കും ഒരുമിച്ച് പാടി ഞാൻ കേൾക്കട്ടെ. ഈ കണ്ണു ഞാൻ ഈ കൽബു പിടഞ്ഞു ഞാൻ അല്ലാ അഹദിയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മത്. ഏതാണ് ചിറ്റിമ്പം? എന്താണ് ചിറ്റിമ്പം? നമ്മളെ അമ്മമാര് പേരുടെ മുറ്റത്ത് പറയാൻ കുത്തിർക്കുമ്പോ അത് ചൂടിന്റെ അവിടെ ഇങ്ങനെ ചിറ്റുണ്ട് അല്ലേ? അമ്മമാര് കുത്തിർക്കുമ്പോണ്ടില്ല ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് ഉമ്മമാര് കൊലായിന്റെ മുറ്റത്ത് വന്നിട്ടാണ് ഇങ്ങനെ അങ്ങനെ കുത്തിർക്കുന്ന വേണ്ടിയാണ്. കാരണം ഒരു വേറൊരു ആളാണ്. ഓരെന്താ ആസ്വദിക്കുന്നത്? കൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പം തരുന്നതാണ് ഇന്ന് ചിറ്റിമ്പം. അതിന് ഉദാഹരണമാണ് തുഞ്ചന്റെ പൈകിളി പാടിയ പാട്ടും പാടി ഉണരുന്നതാണ്. താരികം ചുണ്ടിൽ മാപ്പിള ശീലി മധുരം വിരിയും നാട്. തെയ്യവും കഥകൾ നാവേർ പാടിയ നാടിന കേര മരങ്ങൾ താടിക പൊൻകുടമേന്തി നിറനിന്നേ. അല്ലേ? ഏതാ ചിറ്റിമ്പം? പാലാപ്പള്ളി തിരുപ്പള്ളി മാറത്തേക്കു പതിക്കണം. കൽബ് തുറന്നു പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കണം. എണ്ണമില്ലാച്ചൊരു താരകണങ്ങൾ എത്രയുണ്ടെന്നോർക്കണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽപ്പെടാത്തത് വേറെയുമുണ്ട് ധരിക്കണം. വാനിൽ പറന്നിടും വിമാനം എടുത്തോളും. അത് കണ്ണകരും തോറും ചെറുതാകും. പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്ന ക്രമത്തിൽ തന്നെ എണ്ണ വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരവരുപ്പം കാരണം കണ്ണിന് വളരെ ചെറുപ്പം. എന്താണ്? ഒരു വിമാനം ഇങ്ങനെ ആകാശത്തോട് പാടുമ്പോ വിമാനം ആകാശത്തിൽ കൂടെ പാടിപ്പോയ സമയത്താണ് എന്ത് UK അല്ലേ നമ്മളെ കണ്ണിൽ ഇങ്ങനെ എയർപോർട്ടിൽ ചെന്ന വിമാനം ഭയങ്കര വലുതല്ലേ? അതിങ്ങനെ ആകാശത്തിൽ കൂടെ പാടിപ്പോയ സമയത്ത് കണ്ണുകളൊന്നും വിഹായസ്ഥിതി മാറത്തേക്ക് പതിക്കണം. കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കണം. എണ്ണമില്ലാത്ത താരഗണങ്ങൾ എത്രയുണ്ട്, നക്ഷത്രങ്ങൾ താരഗണങ്ങൾ എത്രയുണ്ടെന്ന് നോക്കണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കണം. അതുകൊണ്ട് പറയാണ് വാനിൽ പറന്നിടും വിമാനം എടുത്തോളൂ. അത് കണ്ണകലും തോറും ചെറുതാകും. പിന്നെ ക്രമത്തിൽ കാണാതാകും. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് എന്താ തിരിഞ്ഞത്? ഒരു ആശയം എനിക്ക് മനസ്സിലായത് അല്ലേ? വിമാനം എന്ന് പറയുന്ന സംഗതി വലുതേ അതിങ്ങനെ ആകാശത്തുകൂടെ പാറിപ്പോയപ്പോ എന്തായി മാറി? നമ്മളെ കണ്ണിലെ ദൃഷ്ടിയില് ചെറുതായി മാറി അല്ലേ? അതിലൂടെ ഒരു ആശയം. അപ്പൊ ഇത് ഏതാണ് വിഭാഗം? ചിറ്റിമ്പം. അതായത് ഇവിടെ നടക്കുന്ന സംഗതികളില്ല, ലൗകികമായ വിഷയങ്ങൾ. തമാശ പാട്ടുകൾ അല്ലേ? ഒരു ചെങ്ങായി ഉച്ചയ്ക്ക് ചോറും തിന്നുറങ്ങി അല്ലേ? ചോറും തിന്നുറങ്ങി ഞാൻ പേരുകൂട്ടം വലിക്കുമ്പോ കൂറവൻ എന്റെ കാതിൽ കേറി. അല്ലോ മാന്തിപ്പും കിട്ടുന്നില്ല, തോണ്ടിയിട്ടും കിട്ടുന്നില്ല, തലമണ്ടയിൽ അത് മണ്ടി കേറി. കണ്ടോ? എന്താണ്? ഒരു ചെങ്ങായി ചോറും ഉച്ചയ്ക്ക് ഉറങ്ങിയതാണ്. ആ സമയത്ത് ആ മോന്റെ ചോട്ടിൻ്റെ കൂടെ എന്ത് കയറിയത്? കൂറ കയറി. കൂറ കയറിയപ്പോ ഒരു കവി പാടിയ പാട്ടാണ്. കണ്ടോ? ഏതാണ്? ചിറ്റിമ്പം. കണ്ടോ? അല്ലെ? അപ്പം ചൂട് ചൂട് പാത്തുമ്മ ഇപ്പം വരും ഒരു മൂല്യാരുട്ടി ഗൾഫിലെ പഠനം കഴിഞ്ഞ് ആ പെരയിലെത്തിയപ്പോ സമയത്ത് ഉമ്മ മോനോട് ചോദിച്ചാണ്, മോനെ എന്താ ദർശനൊക്കെ വിശേഷം, സുഖല്ലേ? ആ സുഖാണ്. എന്തേ അവിടെ ഭക്ഷണം? അപ്പൊ മറുപടി കൊടുക്കുന്നത് എന്തിലൂടെയാണ്? പാട്ടിലൂടെ. എന്താ പറഞ്ഞത്? രാത്രിയിൽ കഴിക്കാൻ കൊട്ടം മാന്തളാണ്. രാത്രിയിൽ കഴിക്കാന് കൊട്ടം മാന്തൽ. എന്താണ്? നേരം വെച്ചപ്പോ തേങ്ങാ ചമ്മന്തി. മനസ്സിലായോ? നേരം വെച്ചപ്പോ തേങ്ങാ ചമ്മന്തി. അപ്പൊ അത് എവിടെ മറുപടി കൊടുക്കുന്നത്? പാട്ടിലൂടെ. ഹൗദിന്റെ വക്കത്ത് പാത്തല്ലേ പോത്തെ, നാളെ ഹൗദുൽ കൗസർ കുടിക്കണ്ട മുത്തേ. അതാ അവിടെ നടക്കുന്ന സംഗതിയാണ്. ഒരു ചെങ്ങായി ഹൗദിന്റെ വക്കത്ത് മൂത്രമൊഴിക്കേനി. അപ്പൊ
മൈക്കൂടെ ഒരാള് ഒരു കവി നടന്നു പോയപ്പോ ഇവനെ കേൾക്കാൻ വേണ്ടിയിട്ട് പാടിയത് ഔദിന്റെ പക്കത്ത് നിമിഷ നേരം കണ്ടോ. നിമിഷ പാട്ടുകളൊക്കെ പെടുന്ന വിഭാഗമാണ് ഇത്. തമാശ പാട്ടുകൾ, നിമിഷ നേരം പാടുന്ന പാട്ടുകൾ, ഇതൊക്കെ അല്ലേ കേരളീയ ചരിത്രത്തെ ഇവിടെ നടക്കുന്ന എല്ലാ സംഗതികളും ഏത് വിഭാഗത്തിലാണ് വിടുക? ചിറ്റിമ്പം. മനസ്സിലായോ? ഒരു ചെങ്ങായിനെ നടയിൽ വെച്ച് തതീനെ പൊട്ടി കഥണ്ടില്ലേ? പണ്ട് കാലത്ത് നോമ്പ് അറിയിപ്പ് കൊടുക്കാൻ എങ്ങനെ അറിയോ? ബാങ്ക് അത്ര പള്ളികളൊന്നും ഇല്ലാത്ത സമയത്ത് നോമ്പ് തുറക്കാൻ അറിയിപ്പ് കൊടുക്കുന്നത് തതീനെ പൊട്ടിച്ചത്, എന്നാ പഴക്കം പൊട്ടിച്ചത്. അങ്ങനെ ഒരു ചെങ്ങായിനെ നടയിൽ വെച്ച് പൊട്ടി, നടയിൽ വെച്ച് പൊട്ടി. അപ്പൊ ആ നാട്ടിലെ ആളുകൾ പാടി അപ്പോഴും പറഞ്ഞു ഞാൻ തലനരച്ച തന്തയോട് വെടിമരുന്നിന് തീ കൊടുക്കുമ്പോ ഓടണം തന്തേ പോരാ ചാടണം തന്തേ. അപ്പോഴെന്തായി? ഒരു പാട്ടിലൂടെ എന്താ ആശയമായി എന്തായി? ചിറ്റിമ്പ എന്ന് പറയുന്ന വിഭാഗമായി അല്ലേ? തിരിയുന്നോ? അപ്പൊ തമാശ പാട്ടുകള്, അതേപോലെ തന്നെ നമ്മളോട് ഒരുപാട് ചരിത്രഗാനങ്ങൾ, ഇവിടെ നടക്കുന്ന ട്രഡീഷണൽ അല്ലാത്ത കുറെ കുഴപ്പം. ഇപ്പൊ നമ്മുടെ മോങ്ങത്ത് ഒരു ഹിച്ചുകോക്കിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മോങ്ങത്ത് മുഴുവങ്ങൾക്ക് മുമ്പ് ഒരു ഹിച്ചുകോക്കിന്റെ പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമ തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് മാപ്പിളമാരെയും ഹൈന്ദവന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയൊരു പാട്ടുണ്ട്. ഏതാ പാട്ടല്ലോ? അനിരൂപത്തൊന്നിൽ നമ്മൾ മലയാളത്തില് ഒത്തുചേർന്നേ വെള്ളയോടെ എടുത്തു നല്ല മട്ടില് ഏറെ നാട്ടിൻ ധീരമക്കള് ചോര ചിന്തിയ നാട്ടില് ചീറിടും പീരങ്കികൾക്ക് മാട് കാട്ടിയ നാട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റ് മുട്ടുവാൻ. രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട ഇംഗ്ലണ്ടിലേളോ മഞ്ചേരി 5-6 മൈല് ദൂരവേ മോഹത്തില് സഞ്ചരിക്കുന്നോർക്കു കാണാറാകുമാ നീരത്തില് ചത്തുപോയ ഹിച്ചുകോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആ പലാലിൻ സ്മാരകം. നമ്മളുണ്ടാക്കുന്നതല്ലേ ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുയേറ്റ് മുട്ടുവാനോ. നമ്മളെ നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു തുടങ്ങി വെച്ചതാല ജന്മിമാര് കണ്ടോ. ചരിത്രമായ കണ്ടോ. അങ്ങനെ ഒരുപാട് മാമല കുനിഞ്ഞിടും മല നാട്ടിലെ കണ്ടോ. ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ്? തുജന്റെ ബൈക്കില് പാടം പച്ചപ്പട്ടി ബസ്സുകളിട്ട് ഊരികണക്കിച്ച വെന്നി കിടക്കുന്ന സുന്ദരനാണല്ലേ. പുഴയുടെ വെളിയറിഞ്ഞാൽ ചാക്കിയ തീരം ഭംഗിയറിഞ്ഞൊന്നൊരു ഭൂമിയിൽ തെങ്ങുകൾ തിങ്ങി വിളങ്ങുന്ന കേരളനാണല്ലേ നാടല്ലേ. ചിറ്റിമ്പത്തിന് പത്ര വിഷയങ്ങൾ പറഞ്ഞ്, തമാശപ്പാട്ട് പറഞ്ഞ്, ചരിത്രപരമായ ഗാനങ്ങളിലെ ദേശസ്നേഹം ഉളവാക്കുന്ന ഗാനങ്ങൾ, പ്രകൃതി രമണീയമായ പാട്ടുകൾ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പെടുന്ന ഒരുപാട് പാട്ടുണ്ട്. എത്ര പാട്ടുകൾ ഇല്ലേ? ഈ പാട്ടുകളൊക്കെ പെടുന്നല്ലേ മാറ്റി കോഴി കൈമോറും കേൾവി കോഴി ഔത്തേക്ക് കേറി കോഴി പെരേടൊക്കെ സുഗന്ധങ്ങളെ കൊയ്ത്തുമെതിയും തുടങ്ങിയോ. പറമ്പ് കണ്ടി കൃഷിയും നോക്കി നയിച്ച് കൊയങ്ങിയോ. പെരുത്തുനാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പണിയോ വല്ലവർക്കും മനസ്സിൽ കുടിഞ്ഞോ. മുട്ടായ പുയ്യാപ്പേ ഞമ്മളെ മുട്ടായ പുയ്യാപ്പേ ഫാൻ സ്വിച്ചിട്ടോളി സർവത്തല കുടിച്ചോളി സിഗരറ്റിന വലിച്ചോളി. ഒരു പാട്ട് കൂടെ പറയാണ് തെറ്റിപ്പോയ പിയാപ്പോളെ അമ്മായിമ സൽക്കരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ തിരിഞ്ഞില്ലേ. തമാശ പാട്ടുകളായാലും പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളായാലും മറ്റ് എന്താ പറയാ ഇവിടെ നടക്കുന്ന ലൗകികമായ വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന പാട്ടുകളൊക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നത് പാലാപ്പള്ളി എടുത്താലും ശരി ഏത് പള്ളി എടുത്താലും അതൊക്കെ പെടുന്ന പാട്ട് ഏതാണ്? ചിറ്റി. ആഷ് എന്താണ്? ആഷ്. അതിൽ തന്നെ ആഷ് എന്താണ്? ആഷ് എന്ന് പറഞ്ഞാൽ തന്നെ ആഷിക്ക് എന്നാണ്.
എന്താണ് ഇഷ്ക്, മുഹബത്ത്. അല്ലേ? ഒരാളെ നമ്മൾ പ്രകീർത്തിച്ച് പാടുന്ന പാട്ട്. ഞാൻ സവാദമാഷെ കുറിച്ചൊരു പാട്ട് ചെയ്യാൻ ഏതാ? അപ്പൊ ബോധന അങ്ങോട്ട് നോക്കിയാൽ ആണോ? ഏറ്റവും കൂടുതൽ പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ ഇതൊക്കെ പെടുന്ന വിഭാഗമാണ് ഇത്. അതായത് മധുര ഗാനങ്ങളും പ്രകീർത്തന ഗാനങ്ങളും ഒക്കെ പെടുന്ന വിഭാഗമാണ് ഇത്. അകലോകാരണം തൊഴി യാസൂലേന്നും അതിജോതി പൂരണ വിത്തൊഴി യാസൂലേ. ഏത് വിഭാഗം? ബോറടിക്കുന്നുണ്ടോ? ഉണ്ടോ? ബോറടിക്കണേ ഞാൻ നോക്കി നിർത്തണോ? അപ്പൊ ഏത് വിഭാഗമാണ് നമ്മള്? പറയുന്ന വിഭാഗത്തിന് ഉദാഹരണം പാട്ടുകൾ പാടാൻ പറ്റുമോ? അല്ലേ? അപ്പൊ അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഗുണമണിയായ റസൂലുള്ളാഹ് പകരും ഗുരുനൂറുള്ളാഹ് ഇഹപ ആരംഭിച്ച പറഞ്ഞു മമ്പൂറപ്പോ മൗലദീലെ ഇമ്പപ്പൂവായ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയണം ഇത് ഏത് പാട്ട് ഏത് വിഭാഗത്തിലാണ്. ഇപ്പൊ നമ്മൾ എത്ര വിഭാഗം പറഞ്ഞു? എത്ര പറഞ്ഞു? 3 പറഞ്ഞില്ലേ? ഏതൊക്കെ? ഏതാ? കുഞ്ഞിമോനെ ഉറങ്ങിക്കോ, കുഞ്ഞാറ്റ മോനെ ഉറങ്ങിക്കോ, കുഞ്ഞിമോനെ കണ്ണിന് ഉറക്കിനെ കൊടുക്കല്ലേ. താരാട്ടുപാട്ടുകൾ, ശോകഗാനങ്ങൾ, നമ്മളങ്ങനെ മനസ്സെന്താ വല്ലാത്തൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന സങ്കടപ്പാട്ട് അല്ലേ? സങ്കടകരമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന പാട്ടുകളെയാണ് എന്ത് പറയാ? ഉയ്യാരം. അല്ലേ? അല്ലേ? ഓമന മുഹമ്മദിനെ ഓതിനായ ചില്ല ഓമനിപ്പാൻ പാപ്പ വേണം പാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനയോത്ത് വേദന കോരൂത്ത്. അല്ലേ? പ്രവാചകന്റെ ചെറുപ്പ സമയത്ത് തന്നെ പിതാവും മരണപ്പെടുകയാണ്. പിന്നെ അപ്പൊ ഒരു സങ്കടമാണ് നമുക്ക് തരുന്നത്. അല്ലേ? സങ്കടമായ ഒരു ഫീല്. ജാതി നോക്കി ദീപച്ചേരിച്ചതാണ് മൺകുടിൽ ജീവനും കൊണ്ടോടിയപ്പോൾ എത്തിന നീ പാതയിൽ. എന്താ പറയുക, നമ്മുടെ മനസ്സിനെ വല്ലാത്തൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന പാട്ടുകളൊക്കെ ഏത്? ശോകഗാനങ്ങള്, താരാട്ടുപാട്ടുകള്. അല്ലേ? ഇതൊക്കെ പെടുന്ന വിഭാഗമാണേത്? കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം കളവ് പോയി. ഉണ്ടോ? കട്ടവൾ ഞാനായിരിക്കും എന്നുടൻ സംസാരമായി. വേലക്കാരി പെണ്ണിനുണ്ടോ ചോദിക്കാനായി ആളുകൾ. വേദനിക്കാനാണ് സാധുക്കൾക്കിവിടെ
കളവുകൾ ഉണ്ടോ? നമ്മളെ കൊണ്ടോട്ടിയിൽ നീറാട് നടന്നൊരു സംഭവമാണ്. അവിടെ ഒരു കോട്ട വീട് എന്ന് പറയുന്ന വീട്ടിലൊരു വേലക്കാരി പെണ്ണിനെ ഒരു മോതിരം കളവ് പോയതിന്റെ അവിടുത്തെ ഒരു ഫൗസിയാണോ, കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം കളവ് പോയി. ഫൗസിയ എന്ന് പറയുന്ന അവിടുത്തെ ആ മകളുടെ മോതിരം കളവ് പോയതിന്റെ പേര് അത് ആരെ പേരിൽ ഇടുകയാണ്? അവിടുത്തെ വേലക്കാരിയുടെ പേരില് ഇടുകയാണ്. ഉണ്ടോ? ആ വേലക്കാരി എന്താക്കാണ്? കള്ളിയാക്കാണ്. അത് എന്നിട്ട് ആ പാട്ട് ഈ വേലക്കാരിയുടെ നൊമ്പരം PT അത്രൈമാൻ എന്ന് പറയുന്ന ഒരു കവിയോട് പറഞ്ഞ സമയത്ത് PT അത്രൈമാൻ എഴുതിയവരെ കണ്ണുനീരിൽ വേദന കുഴച്ചു ചുട്ട ജീവിതം തിന്ന് ഞാൻ വളർന്നതോർത്താൽ ആകെ ശോകപൂരിതം ഉള്ളിലും ഈ തീയൊതുക്കി ഞാൻ കഴിയുന്നെങ്കിലും കള്ളി തന്നെയാണ് ഞാൻ നാട്ടുകാർക്കാകീലോ. ഉള്ളിലെ ഈ തീ ഇങ്ങനെ പേറി ഞാൻ കുറെ കാലമായി നടക്കണേ. അപ്പൊ നിങ്ങൾ എനിക്കൊരു പാട്ട് എഴുതിത്തരി എന്ന് ഈ പെണ്ണ് വന്ന് PT അത്രയും ഒരു സങ്കടം പറയാം. ഒരു സങ്കടപ്പാട്ട്. ഏതാ വിഭാഗം? നിങ്ങൾ ഓർമ്മയുണ്ടോ? ഏതാ വിഭാഗം? മനസ്സിലായോ? ഉയ്യാരം മനസ്സിലായോ? ഇനി അടുത്തൊരു വിഭാഗം ആർക്കും ഇഷ്ടപ്പെട്ട പിന്നെ മുത്തേ പൂവേ കർലേ എന്റെ കൽവിനുള്ളിലെ പഞ്ചാര പൂവല്ലേ തേനെ എന്റെ സുനൈന കൊഞ്ചേറു പുഞ്ചിരി തന്നീലേ. പഞ്ചാരപ്പാട്ടുകൾ അല്ലേ, പ്രണയഗാനങ്ങൾ. എന്താണ്? ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ അല്ലേ, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൽ ഫാത്തിമ അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര പ്രണയഗാനങ്ങളുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ചേർന്നാലും. പിന്നെ ബാക്കി എന്താ? ഞാൻ അമേരിക്ക മറന്നില്ല, നിങ്ങൾക്ക് അറിയുള്ളൂ. തേങ്കനിയല്ലേ പൂവിതളല്ലേ ഫാസില, തേങ്കനിയല്ലേ ഫാസില, മാൻമിടിയാളെ ഫാസില. കണ്ടോ ഈ പ്രണയഗാനങ്ങൾ? ഇന്ന് വേറൊരു പ്രണയഗാനങ്ങളുണ്ട്. ആദ്യം പ്രണയഗാനം എഴുതിയ ആളാരാ നിങ്ങൾക്ക് അറിയാം? ആദ്യത്തെ പ്രണയഗാനം ആരാ എഴുതിയത്? മോയിൻകുട്ടി വൈദ്യർ. നിങ്ങളൊക്കെ ചെറുപ്പകാലത്തെ മോയിൻകുട്ടി വൈദ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? പാട്ട് എഴുതുന്നുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ സുഹൃത്തൊരു വേളപ്പുള്ളി അയമുട്ടിക്ക് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട് പ്രണയം. തീർന്നീല കഥ അല്ലേ? അപ്പൊ അതിന് എരിവരിക്കാൻ തുടങ്ങി. എന്തായാലും അപ്പോ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട്, ആ പെണ്ണിന്റെ പേര് ഉണ്ണിമായ എന്നാണ്. എന്താണ്? ഉണ്ണിമായ, ജാനകി. മനസ്സിലായോ? അങ്ങനെ ഈ ഉണ്ണിമായോട് ആർക്കാ പ്രണയം? മോയിൻകുട്ടി വൈദ്യരുടെ ചെങ്ങായിക്ക്. ആർക്ക്? വേളപ്പുള്ളി അയമുട്ടിക്ക്. അങ്ങനെ അയമുട്ടി ഓടി വന്നിട്ട് മോയിൻകുട്ടി വൈദ്യരോട് പറയാം, മുൻകുട്ടി ഒരു പാട്ട് എഴുതി. അപ്പൊ മോയിൻകുട്ടി വൈദ്യർ അത് എന്തിനാ പറഞ്ഞൊരു പാട്ട്? പാവം തരണം, എനിക്ക് എഴുതി തന്നാ പോലെ ചോദിച്ചു. അതൊന്നും പറ്റൂല, പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി പറയണം. എനിക്കൊരു പെണ്ണിനോട് വല്ലാത്തൊരു പ്രണയം. അപ്പൊ ആ പ്രണയം പറയാൻ എനിക്കൊരു ഭയങ്കര മടി. അപ്പൊ ഒരു പാട്ട് രൂപത്തിൽ എഴുതി തന്നാൽ ഞാനത് കൊണ്ടേ കൊടുത്തോളാം. എങ്ങനെ? പാട്ട് രൂപത്തിൽ എഴുതി തന്നാല് ഞാനത് ഓൾക്ക് കൊണ്ടേ കൊടുത്താൽ. അപ്പൊ മോയിൻകുട്ടി വൈദ്യർ വലിയ വളരാണ്. മോയിൻകുട്ടി വൈദ്യർ എന്താക്കി? എന്നാ ഓളെ കാണിച്ചു തരണം അല്ലേ? എടാ എനിക്കോളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോ നമ്മൾ ചങ്ങായിമാർക്ക് എന്താ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാണ്ട് മോയിൻകുട്ടി വൈദ്യരെയും കൂട്ടി മനസ്സില്ല മനസ്സോട് കൂടി ആര് പോവാണ്? വേളപ്പുള്ളി അയമുട്ടി നീറാട് അമ്പലത്തിന്റെ നടയിലേക്ക് പോവാണ്. അവിടെ നിങ്ങനെ കുളിച്ച് നല്ല സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ആ തുളസി കതിരിലൊക്കെ ചൂടി ഇങ്ങനെ ആര് വരികയാണ്? നമ്മളെ കഥാപാത്രം ആര്? കഥാനായിക ആര് വരിക? ഉണ്ണിമായ. അത് നല്ല ഓർമ്മയുണ്ട്. ആര്? ഉണ്ണിമായ. ഉണ്ണിമായ ഇങ്ങനെ വരുന്ന സമയത്താണ് മോയിൻകുട്ടി വൈദ്യര് സ്പോട്ടിലേക്ക് എന്താ ഇത്? ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും. നിങ്ങൾ കേട്ടില്ലേ? സുത്തമാമലർ വിരിയും സൂക്ഷ്മമിൽ പാല കുറിയും.
കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരം സന്തോഷമുണ്ണിക്കില്ലേ. കണ്ടോ? മുത്തുനാവരത്നമുഖം കത്തിടും മയിലാളെ മുഞ്ചുളിവിൽ തഞ്ചമേറും കഞ്ചക പൂമോളെ. ഈ പാട്ട് ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ആർക്കേ അറിയില്ല. ഈ പാട്ടുകൾ കേട്ടില്ലേ? അതോ പാട്ടുകൾ കേട്ടില്ല, പക്ഷെ പാട്ടുകൾ വന്ന ഓരോ തലങ്ങളിൽ ആ പാട്ടുകളെ എഴുതാൻ ആശയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ അവസാന വിഭാഗത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഏതാ? വിസ്താരം. കലോത്സവത്തിൽ പോയി കഴിഞ്ഞാലുള്ള ദേശീയ ഗാനായി മാറിയത് സൂരപത്തൂർ അല്ലേ? ചെങ്കുറ്റ സൂരപുരി. അതൊക്കെ എല്ലാവർക്കും ഇത്തരം പാട്ടുകളൊക്കെ പെടുന്ന വിഭാഗമാണ് ഇത് വിസ്താരം. ഖണ്ഡകാവ്യം. ഏതാണ്? ഖണ്ഡകാവ്യം. അറബി മലയാള സാഹിത്യ പദ്യ വിഭാഗം. അതായത് നിങ്ങൾ മത്സരത്തിന് പങ്കെടുക്കുന്ന പാട്ടുകൾ, എല്ലാവരും മത്സരത്തിൽ ചിലപ്പോൾ പങ്കെടുക്കുന്ന വരില്ല, മത്സരത്തിൽ പങ്കെടുക്കുന്ന ട്രഡീഷണൽ പാട്ടുകളെയാണ് ഏത് വിഭാഗത്തിൽ പെടുത്തുന്നത്? വിസ്താരം എന്ന് പറയുന്ന വിഭാഗത്തിൽ. അല്ലെ? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം ബദർ കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അബിയത് വർണ്ണമതാ പിന്നണ്ടും അസ്വദുമാമേ. ഏത് വിഭാഗം? ഹക്കാന കോനമറൽ മക്കാവ് വിട്ട് നബി മദീന തണവായ് ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ വാറാൽ പൊറുത്ത പിറകെ. ഏതാ വിഭാഗം? അല്ലേ? ആനേ മദനപ്പു കനിത്തേനാളേ. ഏതാ വിഭാഗം? വിസ്താരം. ഇനി വിസ്താരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ നമ്മളിപ്പോ എത്ര വിഷയങ്ങൾ പറഞ്ഞു? 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞോ? ഞങ്ങളൊന്ന് ഓരോന്ന് പറഞ്ഞ് നോക്കട്ടെ. പേരിപ്പെന്ന് പറഞ്ഞ എന്താ? ഭക്തി കാര്യങ്ങൾ. അതിനൊരു ഉദാഹരണം പറ. ഈ കണ്ണ് കണ്ണു. ഓക്കെ. പിന്നെ പേരിമ്പത്തിൽ തന്നെ പെടുന്ന വിഭാഗമാണ് ഇത് മാലപ്പാട്ടുകൾ. ഏതൊക്കെ മാലപ്പാട്ടുകള്? പിന്നെ ഏതാ? പിന്നൊരു വിഭാഗം ഏതാ? ഇതിൽ തന്നെ വേറെ ഒന്നും കൂടി പറഞ്ഞില്ലേ? ഉറുദി ഗാനങ്ങൾ അല്ലേ? ഇസ്ലാം കാര്യം. അത് വേഗം തുഞ്ചന്റെ പൈതൃകം. പിന്നെ അടുത്ത വിഭാഗം ഏതാ? അടുത്ത വിഭാഗം ഏതാ? മതിലാക്കോ പ്രവാചക കീർത്തനങ്ങള് അല്ലേ? സ്വഹാബാക്കളെ, സൂഫിയാക്കളെ, അല്ലെങ്കിൽ വ്യക്തികൾ തിരിഞ്ഞോ? നീയാണ്. അപ്പൊ അത് തിരിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? പിന്നെ അടുത്തൊരു വിഭാഗം വിസ്താരം. വിസ്താരത്തിന് ഉദാഹരണം ഞാൻ കരയുമ്പോൾ ഏതാ? അതിലൊക്കെ ഇനി ഞാനിങ്ങനെ വഴിക്ക് കുറിച്ച് പാട്ടുകൾ പാടുന്നു. റെഡിയല്ലേ? പാടി ബിലാലെന്ന പൂങ്കുയിലെ പാവനദീനിന്റെ നിശല്
ഏറ്റക്കാനുള്ള കരിങ്കല്ല് ഇടനെഞ്ചിൽ. ഏതാ ഏതാ? അല്ല അല്ല. കേൾവിയും പൊള്ളുന്ന മരുമണ്ണി ഏറ്റക്കാനുള്ള. ഈ പാടിയാല പാട്ട് ആരംഭിച്ച അല്ല ഒയ്യാറ്. ആ പാട്ട് എന്താ പറയുന്നത്? പാട്ടിന്റെ ആശയാണ് ശ്രദ്ധിക്കേണ്ടത്. കിടത്തിയും പൊള്ളുന്ന മരുമണ്ണി ഏറ്റക്കാനുള്ള കരിങ്കല്ല് ഇടനെഞ്ചിൽ. ബിലാലിന്റെ ചരിത്രം പറയല്ലേ അല്ലേ? ബിലാലിന്റെ വേദന, അദ്ദേഹം അനുഭവിച്ച യാതനകൾ പറയാൻ ഒരു പാട്ടിലൂടെ, അതല്ലേ? അപ്പൊ അവിടെ ഏതാണ്? അല്ലേ? ദുനിയാവിലെന്ത് പുതുമപ്പാറമ്പാണ് ആലമുടയോനെ ഇതിലെ ദോഷഗുണങ്ങൾ തൻ സിറും ഹകീകത്തും ആരറിവാനേ. മഞ്ചൻ തോലിപ്പാടിൽ കാണുന്ന കാഴ്ചകൾ ഒന്നുമേഹക്കല്ല, മുഴുതും മാറും വെളുപ്പിൽ വെളുപ്പോ കറുപ്പിൽ കറുപ്പോ സ്ഥിരമല്ല. ഏതാ? ഗുഡ്. കയ്യിൽ പിടിക്കും. പോരാടി പോരാടി നിൽക്കേണ്ട
കൊതിയേ ഞാനെന്നും പുലയരികെ പോയെന്നും വളർന്നരും ഒരു പെണ്ണിനെ കണ്ടേ അവളുടെ സുന്ദരമാ അൻകോണിൽ സുഖങ്ങൾ കണ്ടേ. നന്ദി അറിയിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ട് ശില്പശാലന്റെ സെഷനുകൾ അവസാനിക്കാൻ ഇവിടെ കേവലം നമ്മൾ ഇത്തരം ഒരു സഹവാസ ക്യാമ്പിൽ കേവലം പാട്ട് ആസ്വദിച്ചു പോകുന്നതിനപ്പുറം മാപ്പിളപ്പാട്ടിലെ ഓരോ ഘട്ടങ്ങൾ 6 ഘട്ടങ്ങൾ നിങ്ങളവിടെ പഠിപ്പിച്ചു. അതാണ് ഇത്തരം ക്യാമ്പ് കൊണ്ടുള്ള ഉദ്ദേശങ്ങളും. കേവലം നമ്മൾ ആസ്വദിച്ചു പോകുന്നതിനപ്പുറം അതിന്റെ ഘട്ടങ്ങളും അതിന്റെ ആശയങ്ങളും ശാസ്ത്രീയമായ വശങ്ങളും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത്. അത് പരിപൂർണ്ണ അർത്ഥത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് റഷീദ് മോഹൻ ഇവിടെ അവതരിപ്പിച്ചു. പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കാണ്. പ്രത്യേകിച്ച് വളരെ തിരക്കുള്ള സമയത്ത് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ മിനിഞ്ഞാന്ന് വിളിച്ച് ഞങ്ങളെ ഈ നാട്ടിലെ സ്കൂളിലെ യുപി സ്കൂളിലെ പരിപാടിയിലേക്ക് വന്നതിൽ ഞങ്ങളുടെ അതിയായ സന്തോഷവും കടപ്പാടും നമ്മുടെ PTA സ്റ്റാഫിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.